Praise the Lord. Hallelujah. Hallelujah. എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം യാചിച്ചുകൊണ്ട് നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് എല്ലാത്തിനും മതിയായവനാണ്. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ അവിടുന്ന് സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തി മാറോട് ചേർക്കുന്ന ആ ദൈവസന്നിധിയിലേക്ക്, ദൈവകരങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താം. ഒരു നിമിഷം ആ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങള് സന്നിധിയിലേക്ക് ഉയർത്താം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. Hallelujah, 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 hallelujah. Yesbe magata 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 magata. Hallelujah, 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 hallelujah. Yesbe hallelujah, 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 hallelujah. പ്രിയപ്പെട്ടവരെ, ദേശീയതയില് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് വചനത്തിലൂടെ പറയുന്നു, നിന്റെ പാപം എത്ര കടിച്ചുമപ്പായാലും ഞാൻ മഞ്ഞ് പോലെ വെളുപ്പിക്കാമെന്ന്. ആ തമ്പുരാന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള കണ്ണുകൾ കൊണ്ട് നമ്മളെ സദാ വീക്ഷിച്ചിരിക്കുന്ന ഒരു തമ്പുരാന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എന്തെല്ലാം പാപം ചെയ്താലും നമ്മളെ മാറോട് ചേർത്തുകൊണ്ട് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് ആ വലിയ സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന ആ വലിയ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ലോകം മുഴുവനുള്ള പാപങ്ങളെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ പാപികളെ നമുക്ക് സമർപ്പിക്കാം. മദ്യപാനത്തില് അടിമപ്പെട്ട് ജീവിതം ദുസ്സഹമാക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കാം. അവരറിയാതെ ചെയ്തു പോയ പാപങ്ങള് സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, അവരറിഞ്ഞറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്ക് അവർക്ക് പരിഹാരം ചെയ്യുവാൻ, മനസ്സാന്തരത്തിലേക്ക് നയിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിരാശയിൽപ്പെട്ട മക്കള് മുന്നോട്ടൊരു ജീവിതം ഒരു പ്രത്യാശയില്ലാതെ നിരാശയിലായിരിക്കുന്ന ലോകത്തിലെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. കടബാധിതരായിരിക്കുന്ന, പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. യേശുവേ, അവിടുന്ന് ഈ മതിയായവനാണ്. അവിടുന്ന് നീ എല്ലാവരെയും കാത്തു പരിപാലിക്കുന്നവനാണ്. യേശുവേ, അവിടുന്ന് വലിയ സൗഖ്യം കൊടുക്കണമേ. കർത്താവേ, മനസ്സിന് വലിയ ശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ സന്നിധിയില് എല്ലാത്തിനും മതിയായവനാണ് അവിടുന്ന്. നമ്മളെ പൂർണ്ണമായി കണ്ടുകൊണ്ടിരിക്കുന്ന സന്നിധിയിലേക്ക് നമ്മളെ എടുത്തു വെക്കാം. കർത്താവേ, ഞാനിതാ നിന്റെ സന്നിധിയിൽ ചെയ്തു പോയ പാപങ്ങള്, ചെറുതും വലുതുമായ പാപങ്ങള് കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ മകനായി മകളായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടി നമ്മുടെ നമ്മുടെ ഇരു കരകളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ, ഞാൻ നിന്റെ തരുന്നില്ല ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഞങ്ങളുടെ സഹോദരങ്ങള്, ഞങ്ങളുടെ പൂർവികരായ മാതാപിതാക്കള്, ഞങ്ങളുടെ സ്നേഹിതര്, ലോകം മുഴുവനുള്ള ഓരോ മക്കളും ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരത്തിൽ ഒരിക്കൽ കൂടി ഈരടികൾ പാടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് യേശുവിന്റെ സന്നിധിയില് മനസ്താപിച്ചുകൊണ്ട്, ഈശോയെ, ഞാൻ പലപ്പോഴും തെറ്റിപ്പോയി, നിനക്കെതിരായി പുറപ്പെടുത്ത സമയങ്ങള്, ഈശോയെ, എന്റെ സ്വാർത്ഥതയില് മറ്റുള്ളവരെ തള്ളി പറഞ്ഞ നിമിഷങ്ങള്, മറ്റുള്ളവരെ കളിയാക്കിയ നിമിഷങ്ങള്, ഈശോയെ, മറ്റുള്ളവരെ ബാധിച്ച നിമിഷങ്ങള് എല്ലാം ഞാൻ ഓർമ്മ. ഈശോയെ, കാരണപൂർവ്വം എന്നോട് ക്ഷമിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വമായ മാതാപിതാക്കളും ചെയ്തു പോയ പാപങ്ങള്, ഞങ്ങളുടെ സഹോദരങ്ങൾ ചെയ്തു പോയ പാപങ്ങള് എല്ലാം ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഈ നിരാശയിൽ അടിമപ്പെട്ട വ്യക്തിയാണോ? ഈ കടബാധ്യതയിൽ അടിമപ്പെട്ട വ്യക്തിയാണോ? ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തിനെല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയെ, എന്നെ ഈ ദുർഗതിയിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് വചനത്തിലൂടെ പറയുന്നു, കർത്താവിനെ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 34 പറയുന്നു, കർത്താവിനെ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന്. ഒരു നിമിഷം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കാം. അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ താമസിക്കുവാൻ വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ശക്തിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം പഠിപ്പിക്കുമെന്ന് അവിടുന്ന് എഴുതിയിട്ടുണ്ട്. സ്നേഹന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ലോകം മുഴുവനും യേശുവിനെ പ്രഘോഷിക്കുമാര്. അതുപോലെ ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഓരോരുത്തരും നിറയുവാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എല്ലാവർക്കും ശേഷം 7-ാം അധ്യായം 7-ാം വചനം ഇങ്ങനെ പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും.
അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുന്നത് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുന്ന പൊന്നുതമ്പുരാന്റെ സ്നേഹത്തിൽ നമ്മൾ ചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. വലിയ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. അവിടുത്തെ വചനത്തിലൂടെ പറയുന്നു, പ്രിയമുള്ളവരെ, ആത്മാവിന്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ നമ്മളുണ്ടായ വലിയ സ്നേഹവും ശാന്തിയും സമാധാനവും അനുഭവിച്ചിട്ട് ഒരിക്കൽ കൂടി കരങ്ങളിലേക്ക് യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ